ആ കോളേജിലെ ആയോധന കല പഠിപ്പിക്കുന്ന അധ്യാപകരിൽ ഒരാളായ ദർശനായിരുന്നു അത്. എല്ലാവർക്കും മുന്നിലും വളരെ മാന്യനും സൈലന്റും വിനയാന്യുതനുമാണ് അയാൾ. എന്നാൽ പുറമേക്ക് ഇങ്ങനെ അഭിനയിക്കുകയായിരുന്നു എന്ന് മാത്രം. ശ്രീലക്ഷ്മിയെയും പ്രയാഗയെയും ആദ്യ ദിവസം തന്നെ കണ്ടപ്പോൾ ഇരുവരോടും ഒരു താല്പര്യം തോന്നിയിരുന്നു. എന്നാൽ ഇരുവരോടും പോയി സംസാരിക്കാൻ അയാൾക്ക് ഒരു കാരണം കിട്ടിയിട്ടില്ല. അധ്യാപകനായതുകൊണ്ട് തന്നെ നേരിട്ട് പോയി പറയുന്നതിലും ഒരുപാട് വിലക്കുകളുണ്ട്. ഈ സാഹചര്യത്തിൽ ശ്രീലക്ഷ്മിയും പ്രയാഗയും ഋഷിനൊപ്പം സംസാരിക്കുന്നതും ചിരിക്കുന്നതും കണ്ടപ്പോൾ ദർശന് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഉടൻ തന്നെ അയാൾ തന്റെ കയ്യിലിരുന്ന വാൾ ഋഷിന്റെ മുഖത്തേക്ക് എറിഞ്ഞു. എന്നാൽ അത് ഉന്നം തെറ്റി പ്രയാഗയുടെ നേരെ പോയി. പക്ഷേ ഋഷിൻ കൃത്യസമയത്ത് അത് പിടിച്ചതുകൊണ്ട് അപകടമൊന്നും ഉണ്ടായില്ല. ഇതുപോലെ റിസ്കി വെപ്പൺ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. നിങ്ങൾ ഇതിൽ ഒരുപാട് എക്സ്പേർട്ട് ആണെങ്കിൽ പോലും ഇപ്പോൾ സംഭവിച്ചതുപോലെ ശ്രദ്ധയില്ലാതെ ഉപയോഗിച്ചാൽ ആർക്കെങ്കിലും പരിക്ക് പറ്റാൻ സാധ്യതയുണ്ട്. ഋഷിൻ അയാൾ ഉപദേശിച്ചു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഇനി ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാം, ദർശൻ അവനോട് പറഞ്ഞു. പക്ഷേ ഉള്ളിൽ അയാൾ ഋഷിനെ ശകാരിച്ചു കൊണ്ടിരുന്നു. അയാൾ മനസ്സിൽ വിചാരിച്ചു, എനിക്ക് ഉപദേശം തരാൻ ഇവനാരാ? ഞാൻ നിന്നെ ശരിക്ക് പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി നീ. പെൺകുട്ടികളുടെ മുന്നിൽ സ്റ്റൈലിഷായി വാൾ വീശി അയാൾ ഒരു പുഞ്ചിരിയോടെ അവിടെ നിന്നും തിരിച്ചുപോയി. ദർശന്റെ പ്രകടനം കണ്ട് ഋഷിന് ദേഷ്യം പിടിച്ചെങ്കിലും പൂജയുടെ ക്ഷണം നിരസിക്കാൻ അവന് തോന്നിയില്ല. ശരി പൂജ, ഇന്ന് രാത്രി നമുക്ക് എല്ലാവർക്കും കൂടി ഡിന്നറിന് പോവാം, അവൻ അവളോട് പറഞ്ഞു. ഓക്കെ, ഞാൻ ചോദിച്ചപ്പോൾ തന്നെ സമ്മതിച്ചതിന് താങ്ക്സ് എന്ന് മറുപടി നൽകി പൂജ അവിടെ നിന്ന് പോയി. അവൾ കുറച്ചു ദൂരം പോയി ശ്രീലക്ഷ്മിയെയും പ്രയാഗയും കാണാൻ തിരിഞ്ഞു. അതേസമയം അത് പ്രതീക്ഷിച്ച പോലെ ശ്രീലക്ഷ്മി ഋഷിന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അതെ, എന്തിനാ ആ പൂജ നിന്നെ ഒരു സ്പെഷ്യൽ ഡിന്നറിന് ക്ഷണിച്ചത്? നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്താ കണക്ഷൻ? അവൾ കളിയായി ചോദിച്ചു. പൂജയെക്കുറിച്ച് ഋഷിന്റെ അഭിപ്രായം അറിയാൻ പ്രയാഗയും അവനെ നോക്കി. പൂജയെപ്പോലൊരു ഹെവി കോമ്പറ്റീഷൻ വരുമ്പോൾ സ്വാഭാവികമായും ശ്രീലക്ഷ്മിയും പ്രയാഗയും ഒരേ പക്ഷത്താണ്. ഋഷിൻ ശ്രീലക്ഷ്മിയുമായി ഭ്രാന്തമായ പ്രണയത്തിലാണെന്ന് പ്രയാഗയ്ക്കറിയാം. പക്ഷേ അവൾ പോലും അറിയാതെ അവനിലേക്ക് ആകർഷിക്കപ്പെടുകയാണ് പ്രയാഗ. ശ്രീലക്ഷ്മി കളിയായാണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കി ഋഷിൻ മറുപടിയായി എന്തോ പറയാൻ വന്നു. അപ്പോഴാണ് ഒരു കല്ല് സ്പീഡിൽ വന്ന് ശ്രീലക്ഷ്മിയുടെ കയ്യിൽ തട്ടിയത്. ശ്രീലക്ഷ്മി വേദന സഹിക്കാൻ വയ്യാതെ കരഞ്ഞു. അത് കണ്ട് ഋഷിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അപ്പോഴേക്കും ഒരു ക്ഷമാപണം നിറഞ്ഞ പുഞ്ചിരിയോടെ ദർശൻ അവരുടെ അടുത്തേക്ക് ഓടി വന്നു. സോറി ശ്രീലക്ഷ്മി, നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല. ഈ വിദ്യ കാണിക്കാൻ സ്റ്റുഡൻസ് എന്നോട് പറഞ്ഞു. അത് അവർക്ക് കാണിച്ചു കൊടുക്കുന്നതിനിടെ എൻ്റെ കൈ വഴുതി നിന്റെ മേൽ വീണു. റിയലി സോറി. നിനക്ക് നന്നായി വേദന എടുക്കുന്നുണ്ടോ? ദർശൻ ആത്മാർത്ഥമായ സ്വരത്തിൽ ക്ഷമാപണം നടത്തി. ശ്രീലക്ഷ്മി ഒന്നും പറയാതെ വേദന നിറഞ്ഞ മുഖത്തോടെ അയാളെ നോക്കി. ജസ്റ്റ് എ മിനിറ്റ്, ഞാൻ നിനക്കൊരു സ്പെഷ്യൽ മസാജ് ചെയ്തു തരാം. നിന്റെ വേദന പെട്ടെന്ന് മാറും. ദർശൻ അതും പറഞ്ഞുകൊണ്ട് ശ്രീലക്ഷ്മിയോട് സമ്മതം പോലും ചോദിക്കാതെ അവളുടെ തോളിൽ തൊട്ട് അടുത്തേക്ക് വന്നു. പക്ഷെ ശ്രീലക്ഷ്മി പെട്ടെന്ന് പുറകിലേക്ക് നീങ്ങി ഋഷിന്റെ ദേഹത്തിടിച്ചു. ഋഷിൻ അവളെ പിടിച്ച് പുറകിൽ നിർത്തി ദർശന്റെ കയ്യിൽ പിടിച്ചു നിർത്തി. ഞാനും കുറച്ചായി നോക്കുന്നു. നിങ്ങൾക്ക് എന്തിന്റെ കട? നിങ്ങൾ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഋഷിൻ ദേഷ്യത്തോടെ പറഞ്ഞു. നീ ആദ്യം ടീച്ചേഴ്സിനെ ബഹുമാനിക്കാൻ പഠിക്കണം. ഋഷിൻ ഒച്ചയെടുത്തത് ഇഷ്ടപ്പെടാതെ ദർശൻ അലറി. ഞാൻ നിങ്ങളെ ബഹുമാനിക്കാം സാർ. നിങ്ങൾ എന്താ എങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഭാര്യയോട് സോറി പറയണം, അല്ലെങ്കിൽ നിങ്ങൾ പിന്നീട് ഖേദിക്കും. ഋഷിൻ അയാളെ ഏതാണ്ട് ഭീഷണിപ്പെടുത്തുന്ന പോലെ പറഞ്ഞു. അവൻ പറഞ്ഞതിൽ ഭാര്യ എന്ന് പറഞ്ഞ വാക്ക് മാത്രം ദർശന്റെ കാതിൽ പതിച്ചു. എന്താ നീ പറഞ്ഞത്? ഇവിടെ ഒരേ ബഹളമായതിനാൽ നീ പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലായില്ല. ദർശൻ തല ചരിച്ച് ഋഷിനെ നോക്കി ചോദിച്ചു. നിങ്ങൾ ഇവളോട് മാപ്പ് പറയണമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്താ, നിങ്ങൾക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഋഷിൻ പരിഹാസത്തോടെ ചോദിച്ചു. അവരുടെ വാദം കൂടി നിന്നവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ തുടങ്ങി. ശരിക്കും ഈ ഋഷിൻ സാറിനോട് വഴക്കിടുകയാണോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഒരുത്തൻ മറ്റൊരാളോട് പറഞ്ഞതും എല്ലാവരും താല്പര്യത്തോടെ ആ വഴക്ക് കാണാൻ തുടങ്ങി. എന്തായാലും ദർശൻ സാറ് ഋഷിന് കടുത്ത ശിക്ഷ നൽകുമെന്ന് അവർ പ്രതീക്ഷിച്ചു. ഒരുപക്ഷെ നമുക്കിനി ഋഷിനെ ഹോസ്പിറ്റലിൽ വെച്ച് കാണാം എന്ന് തോന്നുന്നു. ഞാൻ മുൻപ് ദർശൻ സാറിനെ പറ്റി കേട്ടിട്ടുണ്ട്. സാർ ഓൾറെഡി മാർഷൽ ആർട്സ് എക്സ്പേർട്ടാണ്. അവൻ സാറിൻ്റെ അടുത്ത് പോയി വലിയ ആളായി സംസാരിക്കാൻ നോക്കുക. സാർ ഒരു കിക്ക് കൊടുത്താൽ അവൻ്റെ കഥ അപ്പോൾ തീരും. അവരാവേശത്തോടെ പരസ്പരം പറഞ്ഞു. ഋഷിനോടുള്ള അവരുടെയെല്ലാം അസൂയ കാരണം ഒരു പരിഹാസ ചിരിയോടെയാണ് അവരെല്ലാം നോക്കിക്കാണുന്നത്.
അപ്പോൾ അങ്ങോട്ട് വന്ന ജിതിൻ വലിയ ആളായി പറഞ്ഞു, ഹ, എന്താ ഋഷിൻ, ദർശൻ സാറിനോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? അദ്ദേഹം നമ്മുടെ സാറാണെന്ന് നീ മറന്നോ? ഇങ്ങനെയാണോ ഒരു സാറിന്റെ കയ്യിൽ പിടിക്കുന്നത്? ഞാനായിരുന്നെങ്കിൽ ആ കൈ വിട്ട് മാപ്പ് പറഞ്ഞേനെ. ഇനിയും വൈകിട്ടില്ല, അദ്ദേഹത്തോടൊന്ന് സോറി പറഞ്ഞേക്ക്. ഹായ്, ഞാനാണ് ഋഷി. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം നിന്നതിന് ഒരുപാട് നന്ദി. ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരിൽ വെറും 11% പേർ മാത്രമാണ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള 90% ആളുകൾക്കും നമ്മുടെ അടുത്ത സൂപ്പർ വീഡിയോ മിസ്സാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി താമസിക്കണ്ട, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി നമ്മുടെ കുടുംബത്തിന്റെ ഭാഗമാവൂ.